അപ്പോൾ ഞങ്ങളുടെ സിംഗപ്പൂർ എക്സ്പ്ലോർ ചെയ്യാനുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഞങ്ങൾ എയർപോർട്ടിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിറങ്ങി ബസ്സിൽ സിംഗപ്പൂർ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ സിംഗപ്പൂർ എന്ന് പറയുന്ന അത്ര വലിയ രാജ്യമൊന്നുമല്ല. ഏഷ്യയിലെ തന്നെ ചെറിയൊരു തെക്കേ കിഴക്കേ ഏഷ്യയിലെ ഏറ്റവും ചെറിയ കൺട്രിയാണ് സിംഗപ്പൂർ. റിപ്പബ്ലിക്കാണ്. ബ്രിട്ടീഷ് അധിനിവേശത്തിന് മുമ്പ് ഒരു മുക്കുവ ഗ്രാമമായിരുന്നു. പക്ഷേ അതിനുശേഷം ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും തുറമുഖത്തിലൂടെ കയറ്റുമതിയും കാരണം അതിവേഗം വികസിച്ച ഒരു കൺട്രിയാണ് സിംഗപ്പൂർ. വെരി പ്ലാൻഡ് സിറ്റി, വെരി ഓർഗനൈസ്ഡ് സിറ്റി, ലോകത്തിലെ തന്നെ വെരി പ്ലാൻഡ് സിറ്റി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതുപോലെ ഗാർഡൻ സിറ്റി എന്നും അറിയപ്പെടും. പിന്നെ അറിയാമല്ലോ, നമ്മൾ സ്ഥിരം കേൾക്കാറുള്ള വാക്കാണ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ സിറ്റിയാണ്. അതേപോലെ തന്നെ അവിടുത്തെ ലോയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. നിയമലംഘനം നടത്തിയാൽ ശിക്ഷയും ഫൈനും ഒക്കെ ഗുരുതരമായിരിക്കും കേട്ടോ. പിന്നെ 63 ദ്വീപുകൾ ചേർന്നതാണ് ഈ സിംഗപ്പൂർ. ഗാർഡൻ സിറ്റി എന്നും അറിയപ്പെടും. പിന്നെ അവിടുത്തെ ജനങ്ങൾ 70% പേര് ചൈനയിൽ നിന്നും കുടിയേറിയവരാണ്. പിന്നെ ഇന്ത്യയിൽ നിന്ന് കുടിയേറിയവരുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭാഷകൾ ചൈനീസ് ഭാഷ സംസാരിക്കുന്നവരുണ്ട്, മൻഡാരിൻ, മലയ, പിന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള തമിഴ് ഭാഷയും അവിടെ ദേശീയ ഭാഷയായി അംഗീകരിച്ചിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങളിൽ 5% പേര് തമിഴ് സംസാരിക്കുന്നവരാണ്. അതുകൂടാതെ 17,000-ഓളം വരുന്ന മലയാളികളായ പൗരന്മാരും സിംഗപ്പൂരിലുണ്ടെന്നാണ് അറിയുന്നത്. 63 ദ്വീപുകൾ ചേർന്ന ഒരു കൺട്രിയാണ് സിംഗപ്പൂർ. പിന്നെ പൂർണ്ണമായി നഗരവൽക്കരിക്കപ്പെട്ട ഒരു കൺട്രിയാണ് കേട്ടോ സിംഗപ്പൂർ. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് മെർലിൻ പാർക്കിലേക്കാണ്. അതായത് സിംഗപ്പൂരിൻ്റെ സിംബലായ മെർലിയോൺ ശില്പമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഈ മെർലിയോൺ ശില്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തല ലയണിൻ്റേതും ബോഡി ഫിഷിൻ്റേതുമാണ്. എന്താ ബാക്കി കാണുന്നതാണ് ഇതാ ശില്പം, കണ്ടോ? വായിൽ നിന്ന് വെള്ളം ചീറ്റുന്ന ശില്പമാണ്. ഏകദേശം 8.5 മീറ്ററോളം ഉയരമുണ്ട്. അപ്പം ഞങ്ങൾ അതൊക്കെ കണ്ടതിന് ശേഷം മെർലിയൻ പാർക്കിൽ നിന്ന് ഞങ്ങൾ പിന്നെ പോയത് ചൈന ടൗണിലേക്കാണ്. അവിടെ ചൈനക്കാരുടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ പേരാണ് തിയാൻ ഹോങ്കങ് ക്ഷേത്രം. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കണ ആളുകൾ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം, അവിടുത്തെ ആ മ്യൂസിക്കും കേൾക്കാം കേട്ടോ. ഓക്കെ. ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ചൈന ടൗൺ സന്ദർശിക്കുകയാണ്. ചൈന ടൗണിൽ നിന്ന് പേര് വന്ന കാരണം ആദ്യകാലത്ത് ചൈനീസ് കുടിയേറ്റക്കാർ താമസിച്ചിരുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ചൈനീസ് ടൗണിന് പേര് വന്നത്. അവിടെ തെരുവ് ശരിക്കും 2 വശത്തും കടകൾ നിറഞ്ഞ തെരുവുകൾ, പിന്നെ ചൈനക്കാരുടെ പരമ്പരാഗത വിപണികളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളതൊക്കെ കണ്ടതിന് ശേഷം
ബസ്സിൽ കയറി ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ലഞ്ച് കഴിക്കാനുള്ള ഹോട്ടലിലെത്തി. ഈ ഹോട്ടലിലാട്ടോ ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. ഇന്ത്യൻ ഫുഡ് തന്നെയായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ അവിടുത്തെ ഈസ്റ്ററിൻ്റെയൊക്കെ ഹാപ്പി ഈസ്റ്ററൊക്കെ വെച്ചിരിക്കുന്നത് കാണാം. ഹാപ്പി ഈസ്റ്റർ അതൊന്നും മാറ്റിയിട്ടില്ല, ഇപ്പോഴും ഹാപ്പി ഈസ്റ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് സാധാ ഇന്ത്യൻ, ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യൻ ഫുഡ് തന്നെ. റൈസ് ഉണ്ട്, ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ വെജിറ്റബിൾ കറി ഉണ്ടായിരുന്നു, സാമ്പാർ, പിന്നെ സാലഡ്സ്, പിക്കിൾസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഇനി താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഇതാണ് ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടൽ. ലോഫ്റ്റ് എന്ന് പറഞ്ഞ മാരിയറ്റിൻ്റെ ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും 2 മണിയായപ്പോഴത്തേക്ക് 2 മണിയായി. 2 മണിയായപ്പോഴാണ് ചെക്ക് ഇൻ സമയം. അപ്പോൾ എല്ലാവരും ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യുകയാണ്. സിംഗപ്പൂരിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടുത്തെ ഹോട്ടൽ റൂമുകളൊക്കെ വളരെ ചെറുതാണ്. റൂമൊക്കെ വളരെ എത്ര വലിയ 5 സ്റ്റാർ ഹോട്ടലാണെങ്കിലും വളരെ ചെറിയ റൂമുകളാണ്. ഇതാണ് ഞങ്ങൾ താമസിച്ചിരുന്ന റൂം. അപ്പോൾ ഞങ്ങൾ റൂമിലൊന്ന് റെസ്റ്റ് എടുത്തു. ഒരു 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും വൈകിട്ടായപ്പോൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. അത് ഞങ്ങൾ കാണാൻ പോകുന്നത് എന്താ പറയുക, ഗാർഡൻ സിറ്റിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അതായത് നഗരത്തിലെ പച്ചപ്പും ഒരു 260 ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗാർഡനാണ് കേട്ടോ. സെൻട്രൽ റീജിയൻ, സിംഗപ്പൂരിലെ സെൻട്രൽ റീജിയനിൽ മെർലിൻ ബീച്ചിനോട് ചേർന്നുള്ള 260 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഗാർഡനാണ്. അത് 3 വാട്ടർ ഫ്രണ്ട് ഗാർഡനുണ്ട്. പിന്നെ ഏറ്റവും വലിയ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ഗ്രീൻ ഹൗസാണ് ഫ്ലവർ ഡോം ഇവിടെയാണുള്ളത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. വളരെ നല്ല കാഴ്ചകളാണ്. കുറേ ദൂരം നടക്കാനുമുണ്ട്. നടന്ന് നമുക്ക് ഇഷ്ടംപോലെ കാണാനുണ്ട്. ഇതിൻ്റെ പകുതി ഞാൻ ഇട്ടിട്ടുള്ളൂ ഇതിൽ. കാരണം അത്രയ്ക്ക് മണിക്കൂറുകളോളം നമുക്ക് നടന്ന് കാണാനുള്ളതുണ്ട്. അതായത് ഞാൻ ഗാർഡനെക്കുറിച്ച് ചെറിയൊരു വിവരണം, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനിവിടെ ഒന്ന് പറയാം കേട്ടോ. നഗരത്തിലെ പച്ചപ്പും സസ്യജാലങ്ങളൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ഗാർഡൻസ് ബൈ ദി ബേ എന്ന പദ്ധതി രാജ്യത്തിൻ്റെ ഗാർഡൻ സിറ്റിയെ ഒരു പൂന്തോട്ടത്തിലെ നഗരമാക്കി മാറ്റാനുള്ള പദ്ധതികളുടെ ഭാഗമായിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഗാർഡൻ സിറ്റി എന്നാണ് സിംഗപ്പൂർ അറിയപ്പെടുന്നതെന്ന്. അത് 2005 പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച, അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ലീ സിയാൻ ലൂങ് ആദ്യമായി പ്രഖ്യാപിച്ച ഗാർഡൻ ബൈ ദി ബേ. അത് സിംഗപ്പൂരിൻ്റെ പ്രമുഖ നഗര ഔട്ട്ഡോർ വിനോദ സ്ഥലവും രാജ്യത്തിൻ്റെ ദേശീയ ഐക്കണുകളിൽ ഒന്നുമായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ. ഈ പാർക്കിൽ എന്താ പറയുക, 2014 ആയപ്പോഴത്തേക്കും 20 ദശലക്ഷത്തോളം പേര് സന്ദർശനം കഴിഞ്ഞു. ഇത് നമ്മുടെ ഒലിവ് ട്രീ ആയിട്ട്, ഒലിവ് ഓയിൽ കിട്ടില്ലേ, ആ ട്രീ ആണ്. അത് ആർട്ടിഫിഷ്യലായിട്ടുള്ള ചെടികളും ഒക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളും വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ മരത്തിൽ കടഞ്ഞെടുത്ത ജീവികളുടെ ശില്പങ്ങളും അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇനി എത്ര മനോഹരമായ കാഴ്ചയാണല്ലേ, മനുഷ്യനിർമ്മിതമാണെന്ന് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. ഇതുകൊണ്ടാണ് മരത്തിൽ തീർത്ത ലയണാണിത്, ലയൻ്റെ ഒരു ശില്പം. ഇനി നമ്മൾ പോകുന്നത് ജുറാസിക് വേൾഡിലേക്കാണ്. അപ്പോൾ ജുറാസിക് വേൾഡിലേക്ക് കടന്നു. അതിൽ ഡിനോസറുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നമുക്ക് കണ്ടാൽ ഒറിജിനലാണോ എന്ന് സംശയിച്ചു പോകും. അതിൻ്റെ സൗണ്ടുകളും ഒക്കെ കേൾക്കാം. അപ്പോൾ ഞാനിപ്പോൾ വോയിസ് തരുന്നില്ല, നിങ്ങൾ അതിൻ്റെ സൗണ്ട് കേൾക്കും.
പിന്നെ അവിടുന്ന് ഞങ്ങൾ മ്യൂസിക്കൽ ട്രീയിലേക്കാണ് പോയത്. നമ്മൾ മ്യൂസിക്കൽ ഗാർഡൻ എന്നൊക്കെ കേട്ടിട്ടില്ല, അതുപോലെ മ്യൂസിക്കൽ ട്രീ. മനോഹരമായ കാഴ്ചയാണ്, അതും ഒന്ന് കേട്ടോളൂ. So take a stop, grab your cameras and enjoy the show.